കേരളം ആധുനിക ആരോഗ്യ പരിപാലന രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനമാണ്. കുറഞ്ഞ ശിശുമരണ നിരക്കും ഉയർന്ന ആയുർദൈർഘ്യവും പകർച്ചവ്യാധി നിയന്ത്രണവും വഴി കേരള മോഡൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നു. എന്നാൽ ഈ തിളക്കമാർന്ന നേട്ടങ്ങൾക്കിടയിലും അല്പം ആശങ്കയോടെ നോക്കിക്കാണേണ്ട ഒരു മാറ്റം നമ്മുടെ യുവതലമുറയിൽ പ്രകടമാവുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന ദേശീയ യുവജന ദിനാഘോഷത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കുവച്ച കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ കവചങ്ങളിൽ വീഴുന്ന വിള്ളലുകളിലേക്കാണ്. സംസ്ഥാനത്തെ പുതിയ HIV ബാധിതരിൽ 15 മുതൽ 25 വയസ്സുവരെയുള്ളവരുടെ എണ്ണം കുത്തനെ ഉയരുന്നു എന്ന വസ്തുത വെറുമൊരു ആരോഗ്യ പ്രശ്നമല്ല, മറിച്ച് ഗൗരവകരമായ ഒരു സാമൂഹിക പാഠം കൂടിയാണ്. പുതിയ HIV ബാധിതരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലുണ്ടായ വർധനവ് ഞെട്ടിക്കുന്നതാണ്. 2022 ആകെ രോഗബാധിതരിൽ 9% മാത്രമായിരുന്ന യുവജനങ്ങൾ 2024 എത്തുമ്പോൾ 14.2%, 2025 ആദ്യ പകുതിയിൽ തന്നെ അത് 15.4% ഉയർന്നിരിക്കുന്നു. ദേശീയ തലത്തിൽ HIV സാന്ദ്രത 0.20% കേരളത്തിൻ്റേത് 0.07 എന്ന കുറഞ്ഞ നിരക്കിലാണെന്നത് ആശ്വാസകരമാണ്. എങ്കിലും ഈ കുറഞ്ഞ നിരക്കിനുള്ളിൽ യുവജനതയുടെ വിഹിതം വർദ്ധിക്കുന്നത് വരും തലമുറയുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും സാരമായി ബാധിച്ചേക്കാം. എന്തുകൊണ്ടാണ് അഭ്യസ്തവിദ്യരായ യുവാക്കൾ കൂടുതലുള്ള കേരളത്തിൽ ഇത്തരം ഒരു പ്രവണത പ്രകടമാകുന്നത് എന്ന ചോദ്യം നാം ഗൗരവമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ മാറുന്ന ജീവിത ശൈലികളും സാങ്കേതിക വിദ്യയുടെ അതിപ്രസരവുമാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെയും ഡേറ്റിംഗ് ആപ്പുകളുടെയും വ്യാപനം അപരിചിതരുമായുള്ള ലൈംഗിക ബന്ധങ്ങൾക്കും താൽക്കാലിക സൗഹൃദങ്ങൾക്കും വഴിയൊരുക്കുന്നു. പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോ മുൻകരുതലുകളോ സ്വീകരിക്കപ്പെടുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അശ്രദ്ധ കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന തെറ്റായ ധാരണയാണ് പലരെയും ചതിക്കുഴികളിൽ എത്തിക്കുന്നത്. ഗർഭനിരോധന ഉറകളുടെ ഉപയോഗത്തെക്കുറിച്ചും സുരക്ഷിത ലൈംഗികതയെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായ അറിവ് നമ്മുടെ യുവജനതയ്ക്ക് വേണ്ടത്ര ലഭിക്കുന്നില്ല എന്ന പോരായ്മ ഇതിലൂടെ പ്രകടമാകുന്നു. ലൈംഗിക വിദ്യാഭ്യാസത്തെ ഇന്നും ഒരു പാപമായി കാണുന്ന സാമൂഹിക മനോഭാവം തിരുത്തപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാന ഭീഷണി മയക്കുമരുന്ന് ഉപയോഗമാണ്. ഇഞ്ചക്ഷൻ വഴി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കിടയിൽ ഒരേ സിറിഞ്ചും സൂചിയും പങ്കുവയ്ക്കുന്ന രീതി HIV വ്യാപനത്തിന് ആക്കം കൂട്ടുന്നു. മയക്കുമരുന്നിന്റെ ലഹരിയിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന യുവാക്കൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം രോഗവ്യാപന കണ്ണികളായി മാറുകയാണ്. നഗരവൽക്കരണവും തൊഴിലിനോ പഠനത്തിനോ വേണ്ടി കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും മാറി താമസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. സാമൂഹികമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാകുകയും വ്യക്തിപരമായ സ്വാതന്ത്ര്യം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായ അവബോധത്തിന്റെ അഭാവത്തിൽ തെറ്റായ ശീലങ്ങളിലേക്ക് വഴിമാറാൻ യുവാക്കൾ പ്രേരിതരാകുന്നു. കുടിയേറ്റവും HIV വ്യാപനത്തിന്റെ ഒരു പ്രധാന ഘടകമായി മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉപജീവനത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവരും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരും രോഗവാഹകരാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെ വംശീയമായോ പ്രാദേശികമായോ കാണുന്നതിന് പകരം എല്ലാവരിലേക്കും ആരോഗ്യ അവബോധം എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്ത 4477 പുതിയ കേസുകളിൽ പുരുഷന്മാരാണ് ഭൂരിഭാഗവും എന്നതും ശ്രദ്ധേയമാണ്. സ്ത്രീകളിലും ട്രാൻസ്ജെൻഡർ വ്യക്തികളിലും ഗർഭിണികളിലും രോഗം കണ്ടെത്തുന്നത് കുടുംബാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമായതിനാൽ ഇതിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടതുണ്ട്. HIV എന്നത് പണ്ട് കരുതിയിരുന്നത് പോലെ ഒരു മരണവാറണ്ടല്ല എന്നതാണ് ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്ന വലിയ സന്ദേശം. കൃത്യസമയത്ത് രോഗം തിരിച്ചറിയുകയും ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി ആരംഭിക്കുകയും ചെയ്താൽ ഒരു സാധാരണ വ്യക്തിയെപ്പോലെ ദീർഘകാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. HIV ബാധിതരായ അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് രോഗം പകരുന്നത് തടയാൻ ഇന്ന് നൂതനമായ ചികിത്സാ രീതികൾ നിലവിലുണ്ട്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വഴി സംസ്ഥാനത്ത് സൗജന്യ ചികിത്സയും കൗൺസിലിംഗും ലഭ്യമാണ്. രോഗത്തെ ഭയപ്പെടുന്നതിനേക്കാൾ പ്രധാനം അതിനെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണെന്ന് ഓരോ യുവാവും മനസ്സിലാക്കണം. കേരളത്തെ എയ്ഡ്സ് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന വെൽനസ് മിഷൻ പോലെയുള്ള പദ്ധതികൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വ്യായാമം, പോഷകാഹാരം, ആവശ്യമായ ഉറക്കം എന്നിവയോടൊപ്പം തന്നെ ലൈംഗികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഇതിൽ ഭാഗമാണ്. ഓരോ യുവാവും തൻ്റെ ആരോഗ്യത്തിൻ്റെ അംബാസഡറായി മാറണം എന്നാണ് ആരോഗ്യവകുപ്പ് ആഹ്വാനം ചെയ്യുന്നത്. രോഗബാധിതരോടുള്ള വിവേചനവും സാമൂഹികമായ മാറ്റിനിർത്തലുകളും അവസാനിപ്പിക്കേണ്ടതുണ്ട്. രോഗം പകരുന്ന വഴികളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് പകരുന്നത് വഴി മാത്രമേ അനാവശ്യമായ രീതി ഇല്ലാതാക്കാൻ കഴിയൂ. കരം പിടിച്ചതുകൊണ്ടോ ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ HIV പകരില്ല എന്ന ലളിതമായ സത്യം പോലും ഇന്നും പലർക്കും അന്യമാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന HIV കണക്കുകൾ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ്.
നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും കുടുംബ സാഹചര്യങ്ങളും കുട്ടികൾക്ക് നൽകുന്ന മൂല്യബോധവും പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഭയമല്ല, മറിച്ച് ശരിയായ വിവരമാണ് പ്രതിരോധത്തിനുള്ള ഏറ്റവും വലിയ ആയുധം. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കിയും ലഹരി പദാർത്ഥങ്ങളോട് വിട പറഞ്ഞും കൃത്യമായ പരിശോധനകൾ നടത്തിയും നമുക്ക് ഈ വിപത്തിനെ ചെറുക്കാം. കേരളത്തിന്റെ കരുത്തായ യുവജനത ആരോഗ്യവാനായിരുന്നാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ ഭാവി സുരക്ഷിതമാകൂ. അതിനാൽ ഈ ജാഗ്രതാ നിർദ്ദേശം കേവലം വാർത്തയായി മാത്രം കാണാതെ സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ട ഒരു പ്രതിജ്ഞയായി ഓരോ മലയാളിയും ഏറ്റെടുക്കേണ്ടതുണ്ട്. വഴിതെറ്റുന്ന യൗവനങ്ങളെ തിരികെ കൊണ്ടുവരാനും അവരെ കരുതലോടെ സംരക്ഷിക്കാനും നമുക്ക് കൈകോർക്കാം. HIV പരിശോധനയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ സഹായങ്ങൾക്കോ ആരോഗ്യവകുപ്പിന്റെ 1056 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആർക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.